ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ പ്രിയരെ, വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവവചന ധ്യാനത്തിനായിട്ട് ഒരുങ്ങാം. ഇന്നത്തെ ധ്യാനത്തിനായി ആഗ്രഹിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 55 അതിൻ്റെ 22 വാക്യം. നിൻ്റെ ഭാരം എൻ്റെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. കാസ്റ്റ് യുവർ ബർഡൻ അപ്പോൺ ദ ലോർഡ് ആൻഡ് ഹി വിൽ സസ്റ്റെയിൻ യു. ഹി വിൽ നെവർ അലോ ദ റൈറ്റ്യസ് ടു ബി ഷേക്കൻ. പ്രിയമുള്ളവരെ, ഭക്തനായ ദാവീദിൻ്റെ ഒരു ധ്യാനമാണ് ഈ 55 സങ്കീർത്തനം. സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ ദാവീദിൻ്റെ ഒരു ധ്യാനം. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: പ്രെയർ ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ട്രീക്കറസ്. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അനവധിമായ ഭാരങ്ങളുടെ മധ്യത്തിലൂടെയാണ് ദാവീദ് കടന്നു പോകുന്നത്. അതിൻ്റെ ഒന്നാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ തന്നെ, ദൈവമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ, എനിക്ക് ചെവി തന്ന് ഉത്തരമരുളണമേ. അപ്പോൾ ഇവിടെ ദാവീദിന് ഒരു വലിയൊരു ഭാരം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു. ആ ഭാരം എന്ന് പറയുന്നത് വാക്കിലൂടെ ഉരുവായി വരുന്ന ഭാരം മാത്രമല്ല, ഒരു റിയലായിട്ടുള്ള ഭാരം തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ആ ഭാരം എന്ത് എന്ന് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു. ശത്രുവിൻ്റെ ആരവം നിമിത്തവും ദുഷ്ടൻ്റെ പീഡനം നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. അപ്പോൾ ഒരു വല്ലാത്ത ഭാരമാണ് ഈ ഭക്തനായ ദാവീദിൻ്റെ ഉള്ള് ഉലയ്ക്കുന്നത്. ഇന്ന് ലോകസഹജമായി മാനുഷിക സഹജമായി നോക്കുമ്പോൾ നാം എല്ലാവരും അനവധിയായിട്ടുള്ള ഭാരങ്ങളുടെ പുറകാലെയുള്ള യാത്രയാണ്. മത്തായി സുവിശേഷം 11 അധ്യായം 28 വാക്യത്തിൽ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ആ വചനഭാഗത്തിൻ്റെ ഒടുവിലത്തെ വചനം ഇപ്രകാരം സൂചിപ്പിക്കുകയാണ്: എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. എത്ര കാഠിന്യമേറിയ ഭാരങ്ങളെയും ഭേദിക്കുവാനുള്ള ഒരു ശക്തി നമ്മെ ഭരിക്കുന്നുണ്ട് എന്ന് വാസ്തവത്തിൽ ഒരു ദൈവഭക്തൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. ഏത് ഭാരങ്ങളും ഈ ലോകത്തിൻ്റെ മുൻപിൽ നമുക്ക് ഒരുക്കി മാറ്റുവാൻ കഴിയുകയില്ല. മനുഷ്യൻ്റെ മുൻപിൽ നമ്മുടെ ഭാരത്തിൻ്റെ ശക്തി കുറയ്ക്കുവാൻ കഴിയുകയില്ല. പക്ഷേ യേശു കർത്താവ് സ്നേഹത്തോടെ നമ്മോട് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഭക്തനായ ദാവീദിൻ്റെ ഭാരം എന്ത് എന്ന് ചോദിച്ചാൽ, ശത്രുവിൻ്റെ ആരവം നിമിത്തവും ദുഷ്ടൻ്റെ പീഡനം നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. അപ്പോൾ ശത്രുവിൻ്റെ ആരവം നിമിത്തം, ദുഷ്ടൻ്റെ പീഡനം നിമിത്തം ഇന്ന് നമ്മുടെയും ജീവിത തലങ്ങളിലൂടെ ഒന്ന് പരിശോധിക്കുമ്പോൾ പലരുടെയും വാക്കുകൾ നമ്മെ ഭാരപ്പെടുത്തുന്നു. ചിലരുടെ പ്രഹരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുറിവേൽപ്പിക്കുകയാണ്. അത് സ്വന്തം ബന്ധങ്ങളുടെ ആകാം, ഉറ്റവരുടെയും ഉടയവരുടെയും വാക്കുകളാകാം, പ്രതികരണങ്ങളാകാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു ഭാരം കൂട്ടുകയാണ്. നമ്മുടെ ആരോഗ്യത്തിന് അനുസരിച്ചുള്ള ഭാരം നമുക്ക് താങ്ങിയെടുക്കുവാൻ കഴിയും. നമ്മുടെ ആരോഗ്യത്തിന് കഴിയാത്ത ഭാരമാണ് നമുക്ക് എടുക്കാൻ കഴിയാത്തത്. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഭാരം എന്ന് പറയുന്നത് കുടുംബ സംബന്ധമായ ഭാരം, ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭാരം, സമ്പത്തിനെക്കുറിച്ചുള്ള ഭാരം, മക്കളെക്കുറിച്ചുള്ള ഭാരം, ഇങ്ങനെ രോഗത്തെക്കുറിച്ചുള്ള ഭാരം, മക്കളുടെ ഭാവി ജീവിതങ്ങളെക്കുറിച്ചുള്ള ഭാരം, ചിലരുടെ ഏൽപ്പിക്കുന്ന മുറിവുകളുടെ വാക്കുകളുടെ ഭാരം, പലരിലൂടെയും ലഭ്യമാകുന്ന നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും ഭാരം,
അതുപോലെ കുടുംബ സംബന്ധമായ ഭാരങ്ങൾ, ഇങ്ങനെ ഒട്ടനവധിയായ ഭാരങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിനായാലും ഹൃദയത്തിനായാലും എല്ലാവിധമായ ഭാരങ്ങളും ഒരുമിച്ച് ചുമക്കുവാനോ വഹിക്കുവാനോ കഴിയുകയില്ല. അപ്പോൾ ആ ഹൃദയത്തിൽ ലോലമായ അല്ലെങ്കിൽ മൃദുവായിട്ടുള്ള ഹൃദയമാണ്. മനസ്സുമെന്ന് പറയുന്നത് എപ്പോഴും ഒരു മനുഷ്യൻ്റെ മനസ്സ് ഫ്രഷായിരിക്കേണ്ട ഒന്നാണ്. മൈൻഡ് ഔട്ട് എന്ന് പറയുമ്പോൾ അത് ഭാരത്തിൻ്റെ ഒരു പ്രതീതിയാണ്. അപ്പോൾ എപ്പോഴും ഫ്രഷായിട്ടുള്ളൊരു മൈൻഡാണ്. ഹൃദയവും മൃദുവായിട്ട് ഇരിക്കേണ്ട ഒരു തലമാണ്. ഈ ഹൃദയത്തിനുള്ളിലാണ് മനുഷ്യൻ്റെ സകലവിധമായ ഭാരങ്ങളും എത്തിച്ചേരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായി ഭാരങ്ങൾ നമുക്ക് ഭൗതികമായ തലത്തിൽ നമുക്കെടുക്കാൻ കഴിയാത്ത ഭാരമുണ്ട്, എടുക്കാൻ കഴിയുന്ന ഭാരമുണ്ട്. അപ്പോൾ എടുക്കാൻ കഴിയുന്ന ഭാരം നമുക്ക് നിസ്സാരമായി നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാൻ കഴിയും. പക്ഷെ എടുക്കാൻ കഴിയാത്ത ഭാരം നമുക്കെടുക്കാൻ കഴിയില്ല. നമ്മുടെ ആരോഗ്യത്തിന് അപ്പുറമാണ്, അതിന് നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇതുപോലെ നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും ഉള്ളിലും എടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ താങ്ങാൻ കഴിയാത്ത, വഹിക്കാൻ കഴിയാത്ത, പരിമിതിക്ക് അപ്പുറമായ ഭാരങ്ങൾ നമ്മുടെ ഹൃദയത്തിലോ മനസ്സിലോ നമ്മൾ സ്വരൂപിക്കുകയാണെങ്കിൽ അത് നിശ്ചയമായും ജീവന് അപായമായിട്ടോ നാശമായിട്ടോ പിന്നത്തേതിൽ പരിണമിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ദൈവമക്കളായ നമ്മളോട് ഈ വചനം സംസാരിക്കുന്നത് നമുക്ക് താങ്ങാൻ കഴിയാത്തവയെ, നമുക്ക് വഹിക്കാൻ കഴിയാത്തവയെ നാം ചുമന്ന് നടന്ന് വെന്ത് വെണ്ണീറാകാൻ ശ്രമിക്കാതെ ദൈവ കരങ്ങളിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. 1 പത്രോസ് 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ആ വചനത്തിൻ്റെ ഒരു അർത്ഥതലം എന്ന് പറയുന്നത് ചിന്താകുലം, ആശങ്ക, ഇതെല്ലാം ഒരു മനുഷ്യനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന, ഭീതി ജനിപ്പിക്കുന്ന ഒന്നാണ്, താങ്ങാൻ കഴിയാത്ത ഒന്നാണ്, വേദനിപ്പിക്കുന്ന ഒരു തലമാണ്, തകർത്തു കളയുന്ന ഒരു തലമാണ്. ചിന്താകുലം, ആശങ്ക, ശത്രുവിൻ്റെ ഭീതി, കുടുംബാന്തരീക്ഷങ്ങളിലൂടെ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, വ്യത്യസ്തമായ ഭാരങ്ങൾ ഒരു കുടുംബത്തിനുള്ളിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ആളുകളിലൂടെ ലഭ്യമാകുന്ന ചില ഭാരങ്ങൾ, വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെയൊക്കെ ലഭ്യമാകുന്ന ഭാരങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരേ സമയം നമുക്ക് വഹിച്ച് പേറി നടക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ നടന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരം കഠിനമാകും, താങ്ങാൻ കഴിയാത്തതാകും. ചിലപ്പോൾ അത് നമ്മുടെ ജീവന് തന്നെ അത് ഭീഷണി ഉയർത്തുന്നതായി തീരും. ഇവിടെ ഭക്തനായ ദാവീദ് പറയുകയാണ്, എനിക്ക് ശത്രുവിൻ്റെ ആരവ നിമിത്തവും ദുഷ്ടൻ്റെ പീഡന നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. ഒരു വല്ലാത്ത ഞരക്കമാണ്, അത് വല്ലാത്ത ഭാരമാണ്, താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായൊരു ഭാരമാണ്. അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു. ഞാൻ നീതി ആഗ്രഹിക്കുന്നുണ്ട്, നീതി ചെയ്യുന്നുണ്ട്, എന്നാൽ എന്നിലില്ലാത്ത ഒരു പ്രവൃത്തിയെ ശത്രു എൻ്റെ മേൽ ചുമത്തുകയാണ്. ഞാൻ നീതിയെ ഇഷ്ടപ്പെടുന്നവനാണ്, നീതി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ്, പക്ഷേ ശത്രു എൻ്റെ മേൽ നീതികേട് ചുമത്തുകയാണ്. കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. ഒരു മനുഷ്യന് കോപമുണ്ടാകുമ്പോഴാണല്ലോ അവൻ അക്രമത്തിലേക്കും ഉപദ്രവത്തിലേക്കും കടന്നു പോകുന്നത്. ശാന്തമായിരിക്കുന്ന ആരും ഉപദ്രവത്തിലേക്ക് പോകാറില്ല. ശാന്തമായിരിക്കുന്ന നദി ശാന്തമായി തന്നെ കിടക്കും. പക്ഷേ കുത്തി ഒലിക്കുന്ന നദിയെ സംബന്ധിച്ചിടത്തോളം അവ എല്ലാത്തെയും കുത്തി ഒലിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. ഇതുപോലെയാണ് മനുഷ്യൻ്റെ കോപം എന്ന് പറയുന്നത്. കോപം ഉണ്ടാകുമ്പോഴാണ് അവൻ ആക്രമിക്കുവാൻ പാകത്തിൽ ഉള്ളവനായി മാറുന്നത്. അവൻ കോപത്തോടെ എന്നെ നോക്കുന്നു എന്നല്ല പറയുന്നത്, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു, മുറിവേൽപ്പിക്കുന്നു, പ്രഹരിക്കുന്നു. അത് വല്ലാത്ത ഒരു ഭാരമാണ്. പിന്നെ ഭക്തനായ ദാവീദ് പറയുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ അതിദയനീയമായി വേദനപ്പെട്ടിരിക്കുന്നു. ഈ ഭാരമെല്ലാം വന്നടിയുന്നത് ഹൃദയത്തിലാണ്. ഇപ്പോൾ ഒരു നദിയിലായാലും ഈ മാലിന്യങ്ങളൊക്കെയും വന്നടിയുമ്പോൾ നദിയുടെ ഒഴുക്കിനെ നിലപ്പിക്കുകയാണ്, ആ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണ്, മുമ്പോട്ട് ഒഴുകാൻ കഴിയാതെ നിൽക്കുകയാണ്. ഇതുപോലെ ഹൃദയത്തിലെ ഭാരങ്ങൾ വന്നടിയുമ്പോൾ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെയും ഹൃദയത്തെയും അത് ബ്ലോക്ക് ചെയ്യുകയാണ്. അവിടെ ഭക്തനായ ദാവീദ് പറയുകയാണ്, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. വേദന ഇല്ല എന്നല്ല പറയുന്നത്, അതിദയനീയമായി വേദനപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ വേദന നിമിത്തം മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭാരം നമ്മുടെ അതികഠിനമായി നമ്മുടെ ഹൃദയത്തിൽ പേറി നമ്മളായിരിക്കുമ്പോൾ അടുത്ത നിമിഷം നമ്മിൽ വീഴുന്ന ചില നിഴലുകളാണ് വേദനയുടെ നിഴൽ, മരണനിഴൽ. അപ്പോൾ മരണം ഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ വല്ലാത്ത ഭാരമാണ്. നിസ്സാരമല്ല ഈ ഭാരത്തിൻ്റെ കാഠിന്യം. ഒരു കൊച്ചു രോഗം വന്നാലും അതിൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് പറയാൻ കഴിയാത്ത ഒന്നാണ്. വേദന, മരണഭീതി, ഭയം, വിറയൽ,
പരിഭ്രമം, ഇതെല്ലാം ഒരു വല്ലാത്ത ഭാരമാണ്. ഇതൊക്കെ ഒരു മനസ്സിനും ഹൃദയത്തിനും എത്രമാത്രം താങ്ങാൻ കഴിയും? ഒരു നിസ്സാരമായ രോഗത്തിൻ്റെ തലങ്ങൾ പോലും താങ്ങാൻ കഴിയാത്തൊരു മനുഷ്യൻ ഈ വല്ലാത്ത ഭാരങ്ങളെല്ലാം കൂടെ ഹൃദയവും മനസ്സും എങ്ങനെ താങ്ങും എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ആ ഒരു സ്ഥാനത്താണ് ഭക്തൻ പറയുന്നത്, എനിക്ക് പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. അതേ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ചു മരുഭൂമിയിൽ പ്രശ്നങ്ങളില്ലാത്ത, ആരുമില്ലാത്ത, ഇടർച്ചയില്ലാത്ത, ഉപദ്രവമില്ലാത്ത, അത് മരുഭൂമിയായാലും ഞാൻ അവിടെ ചെന്ന് പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ഞാൻ ബന്ധപ്പെട്ട് ഞാൻ സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. ചിറകൊടിഞ്ഞ പക്ഷിയാണ്, പറക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിലെ വ്യത്യസ്തമായ ഭാരങ്ങൾ, ഈ ഭാരങ്ങളുടെ നടുവിൽ നമുക്ക് നടക്കാൻ കഴിയില്ല, ചലിക്കാൻ കഴിയില്ല, സഞ്ചരിക്കാൻ കഴിയില്ല, ഓടാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല, ചലനമറ്റ ജീവിതമായി തീരും. കാരണം ഈ ഭാരങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തെ മൂടിയിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥാനത്താണ് പറയുന്നത്, ഈ വലിയ ഭാരം നിറഞ്ഞ കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ഞാൻ ബന്ധപ്പെട്ട് ഞാനൊരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. എന്നെ ഉപദ്രവിക്കുന്ന ഈ സഹചര്യത്തിൽ നിന്നും, എന്നെ ഉപദ്രവിക്കുന്ന രക്തബന്ധങ്ങളുടെ അടുക്കൽ നിന്നും ഞാൻ ഓടിപ്പോകുമായിരുന്നു. പലരും എന്നോട് പറയാറുണ്ട്, തൊട്ടടുത്തിരിക്കുന്ന സഹോദര കുടുംബങ്ങളാണ്, ഇവിടെ നിന്നൊന്ന് മാറി താമസിച്ചിരുന്നുവെങ്കിൽ അല്പം ഒന്ന് ആശ്വാസം കിട്ടുമായിരുന്നു. കർത്താവെ, സംഹരിച്ച് അവരുടെ നാവുകളെ ചിന്തിക്കളയണമേ. നാവ് കൊണ്ടുള്ള ഭാരം, നാവ് കൊണ്ട് ഏൽപ്പിക്കുന്ന ഭാരം, അതിക്രമം, കലഹം, രാവും പകലും അതിൻ്റെ മതിലുകളിൽ ചുറ്റി സഞ്ചരിക്കുകയാണ്. നീതികേട്, കഷ്ടവും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ദുഷ്ടത അതിൻ്റെ നടുവിലുണ്ട്. ചതിവും വഞ്ചനയും അതിൻ്റെ വീതികളെ വിട്ടുമാറുന്നില്ല. ഇതെല്ലാം ഇന്ന് ഈ വർത്തമാന കാലത്തിൽ നമ്മുടെ ജീവിതങ്ങളെ എല്ലാം അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഭക്തനായ ദാവീദ് പറയുകയാണ്, എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ശത്രുവിൻ്റെ പ്രകരമല്ല ദാവീദൻ അനുഭവിക്കേണ്ടി വന്നത്. ഞാൻ ചിന്തിക്കുന്നത്, തൻ്റെ കുടുംബത്തിനുള്ളിൽ സ്നേഹിതരിൽ നിന്ന്, പ്രാണനെ പോലെ സ്നേഹിക്കുന്നവരിൽ നിന്നുള്ള പ്രതിസന്ധിയാണ് ഭാരമായി മാറിയിരിക്കുന്നത്. ഇന്നും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ട്. നാം പ്രാണന് തുല്യം സ്നേഹിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. അവരുടെ വാക്കുകൾ, ദോഷമാർന്ന വാക്കുകൾ, ശാപമാർന്ന വാക്കുകൾ, നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും, നാം പ്രാണനെ പോലെ സ്നേഹിക്കുന്നവർ സഹചര്യത്തിൽ നിന്നും, രക്തബന്ധങ്ങളിൽ നിന്നും നാം ഒരുപാട് പ്രകരമേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പല കുടുംബങ്ങളിൽ ഇന്നും ആ ഒരു വലിയ ഭാരമുണ്ട്. പലരും കുടുംബാംഗങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യമുണ്ട്, ഭർത്താവിൽ നിന്ന്, മക്കളിൽ നിന്ന് ഞാൻ അതിദയനീയമായ ഭാരം ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുകയാണ്. ഞാൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്നവരിൽ നിന്ന് ഞാൻ ഭാരം അനുഭവിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവിടെയാണ് ഭക്തനായ ദാവീദ് പറയുന്നത്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ഏതു ഭാരങ്ങളുടെ മധ്യത്തിലും ഒരു ഭക്തന് ജീവിതത്തിൽ സങ്കടം ബോധിപ്പിക്കാനുള്ള ഒരു ന്യായാധിപനുണ്ട്, സർവശക്തനായ ദൈവമുണ്ട്. ലോകത്തോട് സങ്കടം ബോധിപ്പിക്കുകയല്ല, നമ്മുടെ ഭാരം പകരുകയല്ല, മനുഷ്യന്റെ മുൻപിൽ ഇറക്കി വെക്കുകയല്ല ചെയ്യേണ്ടത്, ലോകത്തോട് പങ്കുവെക്കുകയല്ല ചെയ്യേണ്ടത്. ഭക്തനായ ദാവീദ് പറയുന്നു, എന്നെ ഞെരുക്കുന്ന ഈ വലിയ ഞെരുക്കത്തിന്റെ മുൻപിൽ എൻ്റെ ഹൃദയവും മനസ്സും മൂടപ്പെട്ടിരിക്കുമ്പോൾ ഭക്തനായ ദാവീദ് പറയുകയാണ്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ ഭാരത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. നാം സ്വയം വഹിക്കുകയല്ല, സ്വയം താങ്ങി ജീവിതത്തിൽ തകർന്നു പോവുകയല്ല. നമ്മുടെ ഭാരത്തിൻ്റെ കാഠിന്യം, ഉത്തരവാദിത്വം ദൈവത്തിലേക്ക് ഏൽപ്പിക്കുക. ഇവിടെ ഭക്തനായ ദാവീദ് ഒരു വലിയ ഭാരത്തിന് നടുവിലാണ്. ആ ഭാരത്തിൻ്റെ തീവ്രതകൾ അതിദയനീയമാണ്. ആ ഭാരമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അവൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും ഈ വലിയ ഭാരത്തെ ദൈവസന്നിധിയിൽ ബോധിപ്പിച്ച് കരയുകയാണ്, ബോധ്യപ്പെടുത്തി കരയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ സമയം കിട്ടുമ്പോഴൊക്കെയും ബോധിപ്പിച്ച് കരയുമ്പോൾ അടുത്ത നിമിഷം അവന് ലഭിക്കുന്നൊരു മറുപടിയാണ്, എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. ഇവിടെ പറയുന്നത്, പ്രാർത്ഥിക്കുന്ന നിമിഷം നമ്മുടെ ഭാരത്തിൻ്റെ തീവ്രത കുറയുന്നു. ആരും നമ്മോട് അടുക്കാതെ വണ്ണം അവൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കുകയാണ്. ഒരാൾ നമുക്ക് അതിക്രമവും ഭാരവും കാഠിന്യവും മുറിവും പ്രതിസന്ധിയും ഏൽപ്പിക്കുന്നുവെങ്കിൽ അവർ ദൈവത്തെ ഭയപ്പെടാത്തവരാണ്, അവർ ദൈവത്തെ സ്നേഹിക്കാത്തവരാണ്, അവർക്ക് മാനസാന്തരമില്ലാത്തവരാണ്. അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചും മറ്റുള്ളവരെ വേദനിപ്പിച്ചും മറ്റുള്ളവർക്ക് മുള്ളുകളായി തീർന്നും ജീവിതത്തെ ഇടർച്ചക്കല്ലാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. കാരണം അവർക്ക് മാനസാന്തരമില്ല, അവർക്ക് ദൈവ ഭയമില്ല.
ഈ വേദനയുടെ മധ്യത്തിൽ നമുക്കൊരാശ്വാസമായി ദൈവമുണ്ട്. അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മുടെ ഭാരത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തെ ഏൽപ്പിക്കുക. അത് കുടുംബസംബന്ധമായ ഭാരമായാലും, കടഭാരമായാലും, സാമ്പത്തിക ഭാരമായാലും, രോഗഭാരമായാലും, മരണഭാരമായാലും, മക്കളെക്കുറിച്ചുള്ള ഭാരമായാലും, ശത്രുക്കളിൽ നിന്നുള്ള പീഡകളായാലും, നിന്ദകളായാലും, പഴികളായാലും, ദുഷികളായാലും, ഇതെല്ലാം നമുക്ക് താങ്ങാൻ കഴിയാത്ത ഭാരമാണ്. കഠിനമായി മുറിവേൽപ്പിക്കുന്ന ഒരു ഭാരമാണ്. ഈ ഭാരം നമ്മൾ സ്വയം കരഞ്ഞു തീർക്കുകയല്ല, വിലപിച്ച് തീർക്കുകയല്ല, പരിഭവം പറഞ്ഞ് തീർക്കുകയല്ല, ഒരു മരണത്തിന് നമ്മെ സ്വയം ഏൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഭാരത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തെ ഏൽപ്പിക്കണം. അതാണ് ഭക്തനായ ദാവീദ് നമുക്ക് പറഞ്ഞു തരുന്നൊരു സൊല്യൂഷനാണ്. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് ദൈവത്തോട് കരയുമ്പോൾ ആരും നമ്മോട് കയർക്കാതെ വണ്ണം ശത്രുവിൻ്റെ ഇടർച്ചകളെ ദൈവം നീക്കി നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് അവൻ സമാധാനത്തിലാക്കി തീർക്കും. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം പഠിക്കുമ്പോൾ യഹോശാഫാത്തിനെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നത്, അവൻ ദൈവത്തിൽ ഉറച്ചു നിന്ന് വിശ്വസിച്ച് ആ ഭാരത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവൻ എല്ലാവരോടും ഒരു ആരാധന ആഹ്വാനം ചെയ്ത് ആരാധിക്കുമ്പോഴാണ് ഈ വലിയ ശത്രുവിൻ്റെ ഭാരം അവനിൽ നീങ്ങിപ്പോകുന്നത്. അവൻ ആയുധം കൊണ്ട് നേരിടുകയല്ല ചെയ്യുന്നത്, വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉറച്ചു നിന്നുകൊണ്ടും ആ വലിയ സൈന്യത്തെ ജയിച്ച് വരികയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ആയുധം കൊണ്ടോ നമ്മുടെ വാക്കുകൊണ്ടോ ശത്രുവിനെ കീഴടക്കാൻ കഴിയില്ല. ദുഷ്ടനോട് എതിർക്കരുത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എതിർക്കുമ്പോൾ വീണ്ടും ഭാരങ്ങളുടെ അളവ് കൂടുകയാണ്. വാക്കുകൊണ്ടോ ആയുധം കൊണ്ടോ ഒരിക്കലും നമ്മോട് എതിർക്കുന്ന ശത്രുവിനെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ആ ഭാരത്തിൻ്റെ കാഠിന്യം കുറയ്ക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഭക്തനായ ദാവീദ് ദൈവസന്നിധിയിൽ ഇരുന്ന് തൻ്റെ വേദനയെ അവനേറ്റു പറയുകയാണ്. അവൻ ഭാരത്തോടെ പറയുകയാണ്, കർത്താവേ, എൻ്റെ ഭാരം വലുതാണ്, എനിക്ക് താങ്ങാൻ കഴിയാത്ത ഒന്നാണ്. മരണഭീതിയുണ്ട്, ഭയമുണ്ട്, വിറയലുണ്ട്. സങ്കീർത്തനം 23 പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഭാരങ്ങളുടെ മധ്യത്തിൽ, കൂരിരുൾ താഴ്വരയുടെ മധ്യത്തിൽ വടിയും കോലുമായി നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ വലിയവനാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ദൈവമേ, നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും. രക്തപ്രിയവും വഞ്ചനയുമുള്ളവൻ ആയുസ്സിൻ്റെ പകുതിയോളം ജീവിക്കുകയില്ല, ഞാനോ നിന്നിൽ ആശ്രയിക്കും. ഭാരങ്ങളുടെ മധ്യത്തിൽ ഒരു ജീവിതമുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിതമുണ്ട്. നമ്മുടെ ഭാരത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തെ ഏൽപ്പിക്കുക എത്ര ചെയ്യേണ്ടത്. 2, നിന്റെ കഠിനമായ ഭാരത്തിൻ്റെ മധ്യത്തിൽ കർത്താവിനെ നീ ഉൾപ്പെടുത്തുക. അത് ജീവിതത്തിൻ്റെ ഏത് ഭാരമാകട്ടെ, ശത്രുവിൻ്റെ ഭാരമാകട്ടെ, കുടുംബസംബന്ധമായ ഭാരമാകട്ടെ, ഈ വർത്തമാനകാലത്തിൽ നാം അനുഭവിക്കുന്ന വ്യത്യസ്തമായ ഭാരങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഭാരത്തിൻ്റെ തീവ്രതയോ അതിൻ്റെ വേദനയോ നമ്മൾ അളവുകോല് വെച്ച് അളക്കേണ്ട കാര്യമില്ല. ആ വേദനയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക, നമ്മുടെ ഭാരത്തിൽ കർത്താവിനെ ഉൾപ്പെടുത്തുക. 3-ാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നാം ചുമക്കുന്ന ഭാരത്തിൻ്റെ പിന്നിൽ വിലമതിക്കാൻ കഴിയാത്ത ഒരു വലിയ ഉയർച്ച ദൈവം നമുക്ക് കരുതി വെച്ചിട്ടുണ്ട്. നാം ഇന്ന് അനുഭവിക്കുന്ന വ്യത്യസ്തമായ ഭാരങ്ങളുടെ പിന്നിൽ കർത്താവ് നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന വിലമതിക്കാൻ കഴിയാത്ത ഒരു ഉയർച്ചയുണ്ട്, ഒരു അത്ഭുതമുണ്ട്, ഒരു ആനന്ദമുണ്ട്. അത് അനുഭവിക്കണമെങ്കിൽ ഭക്തനായ ദാവീദിനെ പോലെ ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കണം. മറ്റുള്ളവരോട് എതിർത്താൽ ഭാരത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിയില്ല. നീ സ്വയം പരിഭവിച്ച് അയ്യോ ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിയില്ല. പക്ഷെ കുറയ്ക്കാൻ പറ്റും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് യേശു കർത്താവ് ആ ജനലക്ഷങ്ങളോട് ആഹ്വാനം ചെയ്തെങ്കിൽ, ഇന്ന് ഈ വർത്തമാനകാലത്തിൽ എന്നോടും നിങ്ങളോടും പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിന്റെ ഭാരം എൻ്റെ മേൽ വച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ദൈവമേ, നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക്, നിന്നെ പീഡിപ്പിക്കുന്നവർ, നിന്നെ വേദനിപ്പിക്കുന്നവർ കുഴിയിലേക്ക് ദൈവം ഇറക്കും. നാശകരമായ കുഴിയിൽ, കുഴഞ്ഞ ചേറ്റിൽ അവർ കിടക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ആ നാശകരമായ കുഴിയിൽ നിന്നും, ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്നും, ആ ചെളിയിൽ നിന്നും ദൈവം നമുക്ക് കരം തന്ന് വലിച്ചു കയറ്റുകയും ദൈവഭയമില്ലാത്തവരെ നാശകരമായ കുഴിയിലേക്ക് ഇറക്കുന്നവരാണ് സർവശക്തനായ ദൈവം. അവിടെ പറയും, രക്തപ്രിയവും വഞ്ചനയുമുള്ളവർ ആയുഷിൻ്റെ പകുതിയോളം കാണുകയില്ല, ജീവിക്കുകയുമില്ല. പക്ഷേ ദൈവത്തോട് ചേർന്ന് ഭാരത്തെ ദൈവരങ്ങൾ അർപ്പിച്ച് വിശ്വാസത്തോടെ, പ്രതികാരശേഷിയില്ലാതെ, മറ്റുള്ളവർക്ക് ദോഷം ഉന്നയിക്കാതെ, യോബിനെ പോലെ ദോഷം വിട്ടകലുന്നവനായി ജീവിച്ചാൽ, നിഷ്കളങ്കനായി ജീവിച്ചാൽ, ദൈവഭക്തനായി ജീവിച്ചാൽ
ശത്രു ഏൽപ്പിക്കുന്ന ഏത് പ്രഹരത്തിൽ നിന്നും എനിക്ക് നിങ്ങൾക്ക് രക്ഷ നേടാൻ ദൈവം എന്നെയും നിങ്ങളെയും അനുവദിക്കും. അവിടെ ഭക്തനായ ദാവീദ് അവസാനം പറഞ്ഞ് അവിടെ നിർത്തുന്നത്, ഞാനോ നിന്നിൽ ആശ്രയിക്കുക. എത്ര അർത്ഥവത്താണ്! അപ്പോൾ ഇതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഭാരം നീങ്ങി എന്നല്ലേ? ഭാരമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കുമെന്ന് ശക്തമായിട്ട് ദാവീദിന് പറയാൻ കഴിയുമോ? ദാവീദിന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഞാനോ നിന്നിൽ ആശ്രയിക്കുമെന്ന് ശക്തമായിട്ട് ശക്തിയുക്തമായിട്ട് ദാവീദിന് പറയാൻ കഴിയണമെങ്കിൽ അവൻ്റെ ഭാരത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. കാരണം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തുമുള്ള അവൻ്റെ കരച്ചിൽ, പ്രാർത്ഥനയുടെ രോധനങ്ങൾ അവൻ്റെ ഭാരത്തിൻ്റെ അളവ് കുറച്ചു. ശത്രുവിൻ്റെ പീഡകൾ നീങ്ങിപ്പോയി, വേദനകൾ മാറിപ്പോയി. അതുകൊണ്ട് ശക്തമായി ആ സാക്ഷ്യം രേഖപ്പെടുത്തിയാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. ഐ വിൽ ട്രസ്റ്റ് ഇൻ യു, ഞാനോ നിന്നിൽ ആശ്രയിക്കും. പ്രിയമുള്ളവരെ, ഭാരത്തിൻ്റെ അളവ് സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ, പ്രതികരിച്ച് മുന്നോട്ട് പോയാൽ, അതിന് വേദനപ്പെട്ട് മുന്നോട്ട് പോയാൽ ഭാരത്തിൻ്റെ അളവ് കുറയില്ല. പക്ഷെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ ശത്രു നീങ്ങിപ്പോകും. നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിൽ ദൈവമാക്കും. കയർക്കുന്നവരെല്ലാം മാറിപ്പോകും. അതിന് നമുക്കൊരു ഉപാധി മാത്രമാണുള്ളത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരോടും യേശു ആഹ്വാനം ചെയ്യുന്നത്, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. നിങ്ങളെ ദോഷിക്കുന്നവരുടെ അടുക്കൽ ചെന്ന് കയർക്കാനോ തിരിച്ചുപദ്രവിക്കുവാനല്ല പറയുന്നത്, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്നാണ് പറയുന്നത്. അങ്ങനെ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ആ ഭാരം ദൈവകരങ്ങൾ ഏൽപ്പിച്ച്, അത് ജീവിതത്തിൻ്റെ ഏത് ഭാരമായാലും ഏൽപ്പിച്ച് നമുക്ക് സ്വതന്ത്രരാകാം. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. ലെസ് ലഗേജ് ആൻഡ് മോർ കംഫർട്ട്. നമുക്ക് ഭക്തനായ ദാവീദിനെ പോലെ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് നമ്മുടെ ഭാരത്തെ സമർപ്പിച്ച് പ്രാർത്ഥനയുടെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് വചനങ്ങളാൽ സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ജീവിതത്തിൻ്റെ ഭാരമൊട്ടനവധിയാണ്. ആ ഭാരങ്ങളെ താങ്ങുവാനുള്ള കൃപ ഞങ്ങൾക്ക് അവിടെ ദാനം ചെയ്യണമേ. ഇന്ന് ഈ വചനം കേട്ടവർ വ്യത്യസ്തമായ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. മരണഭയമെന്ന ഭാരം, ശത്രുവിൻ്റെ ഭാരം, നിന്ദകൾ, പരിഹാസങ്ങൾ, ദുഷികൾ, രോഗഭാരം, സാമ്പത്തിക ഭാരം, ആരോഗ്യഭാരം, മക്കളെക്കുറിച്ചുള്ള ഭാരം, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ ഭക്തനായ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളുടെ മധ്യത്തിൽ തൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ജയം നേടിയതുപോലെ അവൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും തൻ്റെ വേദനയുടെ ഭാരത്തെ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞതുപോലെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യസ്തമായ ഭാരങ്ങളുടെ മുഖങ്ങളെ കർത്താവിൽ ഏൽപ്പിച്ച് ജീവിപ്പാനുള്ള കൃപ, അതിൽ നിന്ന് സ്വതന്ത്രനാകുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണം. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ഇന്നത്തെ വചനം എല്ലാവർക്കും അനുഗ്രഹിച്ചു കൊടുക്കും. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.